50+ ആൻറ്റി ഏജിങ് ചലഞ്ചിലെ അവസാന ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വരെ നമ്മൾ സ്കിൻ റിപ്പയർ ചെയ്തു, ഹൈഡ്രേറ്റ് ചെയ്തു, ടൈറ്റൻ ചെയ്തു, റിവൈവ് ചെയ്തു. ഇന്ന് ഡേ 7 ആണ്. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 50-ലെ മുഖത്തിന് ഒരു നാച്ചുറൽ ഗ്ലോയും ഹെൽത്തി ഷൈനും നൽകുക എന്നുള്ളതാണ്. പ്രായമായെന്ന് കരുതി മുഖം ഡള്ളാകേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് കിട്ടുമ്പോൾ സ്കിൻ വീണ്ടും തിളക്കമുള്ളതായിട്ട് മാറും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡേ 7-ൽ നമ്മൾ ഫസ്റ്റ് ഡേ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ഓയിൽ മിക്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മൾ ഫസ്റ്റ് ഡേ തയ്യാറാക്കിയ ആ ഒരു ഓയിൽ മിക്സ് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതിലെന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്? നമ്മളിതിൽ ഹൊഹോബ ഓയിലും അതേപോലെ തന്നെ കാസ്റ്റർ ഓയിലും ഫ്രാങ്കിൻസസ് ഓയിലുമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഹൊഹോബ ഓയിലും അതേപോലെ തന്നെ കാസ്റ്റർ ഓയിലും ഒരേ അളവിൽ നമ്മൾ എടുക്കുക. അതിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് ഫ്രാങ്കിൻസസ് ഓയിലും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹൊഹോബ ഓയിൽ നാച്ചുറൽ ഓയിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ ഒരു ഡീപ്പ് നറിഷ്മെൻറ്റ് നൽകുന്നതാണ്. പിന്നെ ഫ്രാങ്കിൻസസ് ഓയിൽ നല്ല ഒരു സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതേപോലെ ആൻറ്റി ഏജിങ്ങിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓയിൽ മിക്സ് മുഖത്ത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോഴേക്കും ഈ മുഖത്തുള്ള ഈ ഒരു ഓയിൽ മിക്സ്, ഈ ഒരു ഓയിൽ ഇത് കഴുകിക്കളയേണ്ട ആവശ്യമില്ല. കഴുകാതെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടീസ്പൂൺ അലോവേറ ജെല്ലാണ്. 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ആവണക്കെണ്ണ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. അലോവേറ ജെല്ല് സ്കിന്നിനെ സ്മൂത്ത് ആക്കുകയും ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. കാസ്റ്റർ ഓയിൽ ആവണക്കെണ്ണ നല്ല ഒരു ഗ്ലോ എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. പിന്നെ ആൻറ്റി ഏജിങ്ങിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്കും കൂടി നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയുക. മുഖത്തും അതേപോലെ തന്നെ കഴുത്തിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ 50+ ആൻറ്റി ഏജിങ് ചലഞ്ച് ഇവിടെ പൂർത്തിയാവുകയാണ്. 7 ദിവസം 7 ചെറിയ സ്റ്റെപ്സ്, പക്ഷേ വലിയൊരു തീരുമാനമായിരുന്നു അല്ലേ? നമ്മളെ തന്നെ കെയർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. പ്രായമാകുന്നതിനെ നമുക്ക് തടയാൻ കഴിയില്ല, പക്ഷേ ഏജിങ് നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കേണ്ട ആവശ്യമില്ല. ഈ 7 ദിവസം നിങ്ങൾ ചെയ്തത് ഒരു ഫേസ് പാക്ക് മാത്രമല്ല, ഒരു സെൽഫ് ലവ് ആണ്, സെൽഫ് കമ്മിറ്റ്മെൻ്റ് ആണ്. ഇത് ചലഞ്ചിൻ്റെ അവസാനമല്ല, ഇത് നിങ്ങളുടെ പുതിയ സെൽഫ് കെയർ ലൈഫ് സ്റ്റൈലിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. നിങ്ങളെ തന്നെ കുറച്ച് സമയം കെയർ ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. ഇത് അതിനുള്ള വളരെ നല്ലൊരു തുടക്കമായിട്ട് മാറട്ടെ. അപ്പോൾ നമ്മുടെ ഈ 50+ ആൻറ്റി ഏജിങ് ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇതോടുകൂടി നിങ്ങളുടെ ഒരു സ്കിൻ കെയർ അവസാനിക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾ ഇത് മുൻപോട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുപോയിരിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.